Good morning, students. Next topic is universal motor. Universal motor എന്ന് universal എന്ന് പറയുന്ന ടേം അതിന്റെ പേരിൽ വരാൻ കാരണം അതിനാ നമുക്ക് എ സിയിലും റൺ ചെയ്യാം, വേണമെങ്കിൽ ഡി സിയിലും റൺ ചെയ്യാം. അപ്പൊ എ സിയും ഡി സിയും രണ്ടെണ്ണം ഏത് കൊടുത്തു കഴിഞ്ഞാൽ റൺ ചെയ്യുന്നത് കാണുന്നതാണ് അതിന് യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയുന്നത്. അതിനെ എ സി സീരീസ് മോട്ടർ എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ എ സി കമ്മ്യൂട്ടേറ്റർ മോട്ടർ എന്നും പറയാറുണ്ട്. കാരണം എ സി കൊടുക്കുമ്പോൾ അത് ഓൾമോസ്റ്റ് നമ്മുടെ ഡി സി സീരീസ് മോട്ടർ ഇല്ലേ, അതിന്റെ ഒരു എ സി വേർഷൻ ആണ് ഓൾമോസ്റ്റ് ഇത് യൂണിവേഴ്സൽ മോട്ടോർ. അപ്പോൾ ഇതിന്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ സീരീസ് വൂണ്ടാണ്. സീരീസ് വൂണ്ട് എന്ന് പറയുമ്പോൾ ആർമേച്ചർ ഫീൽഡ് വൈൻഡിങ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കാരണത്താലാണ് സീരീസ് വൂണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇത് ഫീൽഡ് വൈൻഡിങ്സ് ആണ്. ഈ മാഗ്നറ്റിന്റെ മുകളിൽ വൈൻഡ് ചെയ്തിരിക്കുന്ന ഫീൽഡ് വൈൻഡിങ്സ് ആണ്. ആ ഫീൽഡ് വൈൻഡിങ് ഇതിൽ കൂടെ അങ്ങനെ പോയിട്ട് അടുത്ത മാഗ്നറ്റിലേക്ക് പോയി വൂണ്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നെ ഇത് ഇങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് കാണാം ബ്രഷിലേക്ക് വന്നു. എന്നിട്ട് പിന്നെ ബ്രഷ് വഴി കമ്മ്യൂട്ടേറ്ററിലേക്ക് വന്നു. കമ്മ്യൂട്ടേറ്റർ വഴി ആർമേച്ചർ വൈൻഡിങ്ങിലേക്ക് പോകുന്നു. ദാറ്റ് മീൻസ് ദ ഫീൽഡ് വൈൻഡിങ്സ് ആൻഡ് ആർമേച്ചർ വൈൻഡിങ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് ബേസിക്കലി സീരീസ് വൂണ്ട്. ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആൻഡ് റൺസ് അറ്റ് ഹൈ സ്പീഡ്. അതെ, സ്റ്റാർട്ടിംഗ് ടോർക്ക് വളരെ കൂടുതലുമാണ്, പിന്നെ നല്ല സ്പീഡിൽ റൺ ചെയ്യുകയും ചെയ്യും. അത് മറ്റുള്ള മോട്ടോഴ്സിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം സാധാരണ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, എക്സീഡിങ് 3500 RPM-നെക്കാട്ട് ഹൈ സ്പീഡിലാണ് റൺ ചെയ്യാൻ ക്യാപ്പബിൾ ആണ്. ഇപ്പം ഒരേ വോൾട്ടേജ് എ സിനും ഡി സിനും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ എ സിനും റൺ ചെയ്യും ഡി സിനും റൺ ചെയ്യും മോട്ടോർ. അപ്പോൾ ഒരേ വോൾട്ടേജ് നമ്മൾ എ സിനും കൊടുത്ത് ഡി സിനും കൊടുത്തു കഴിഞ്ഞാൽ എ സിയിലായിരിക്കും ഈ മോട്ടോർ സ്പീഡ് കുറവ്. ഓക്കെ, സെയിം വോൾട്ടേജ് എ സിനും ഡി സിനും കൊടുത്തു കഴിഞ്ഞാലും എ സിയിൽ കമ്പാരിറ്റീവ്ലി വോൾട്ടേജ് സ്പീഡ് കുറവായിരിക്കും. കാരണം എ സിയിൽ കുറെ റിയാക്ടൻസ് വോൾട്ടേജ് ഡ്രോപ്പുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് കാലത്താല് അത് കുറവായിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡി സി സീരീസ് മോട്ടറിന് കൺസ്ട്രക്ഷനലി ഇത് ഡി സി സീരീസ് മോട്ടറായിട്ട് കുറെ സിമിലർ ആണ്. അപ്പൊ കുറച്ച് വ്യത്യാസങ്ങൾ ഡി സി സീരീസ് മോട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിസിസും എഡി കറൻസും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലാമിനേഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ രണ്ടാമത്തെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർമേച്ചറും ഫീൽഡ് വൈൻഡിങ്ങിന്റെ റിയാക്ടൻസ് കുറച്ചു. ഓക്കെ, ആർമേച്ചർ ഫീൽഡ് വൈൻഡിങ് റിയാക്ടൻസ് എന്ന് പറയുമ്പോൾ കാര്യമായിട്ട് അവർക്കുള്ള ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്. നമുക്കറിയാം XL = L ഒമേഗ. അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ എല്ലിന്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, എൽ എന്ന് പറയുന്നത് എന്തിന്റെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? N² മുകളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് നമ്പർ ഓഫ് റൊട്ടേഷൻസ്, എത്ര വൈൻഡിങ് നമ്മളിങ്ങനെ വൈൻഡ് ചെയ്ത് വെച്ചായിരിക്കില്ലേ, വൈൻഡിങ്സ് എത്ര ടേൺസ് ഉണ്ട് അതിന്റെ ആണ് N എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇൻഡക്ടൻസിന്റെ വാല്യൂ നമ്പർ ഓഫ് ടേൺസ് സ്ക്വയറിന്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് ഇൻഡക്ടറിന്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. XL എല്ലിന്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു, L N² മുകളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ടേൺസ് അഥവാ നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ എല്ലിന്റെ വാല്യൂ കുറയ്ക്കാൻ പറ്റും, ഇൻഡക്ടൻസിന്റെ വാല്യൂ കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആയ XLന്റെ വാല്യൂ കുറയ്ക്കാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫീൽഡ് വൈൻഡിങ് റിയാക്ടൻസ് ഡിക്രീസ് ബൈ യൂസിങ് സ്മോൾ നമ്പർ ഓഫ് ടേൺസ് ഓഫ് തിക്ക് വയർ. അതായത് നമ്പർ ഓഫ് ടേൺസിന്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്, തിക്ക് വയർ വെച്ചിട്ടാക്കാം. ദാറ്റ് ഓഫ് ആർമേച്ചർ റിയാക്ടർ. അതേപോലെ ആർമേച്ചർ റിയാക്ടൻസ് കുറച്ചിരിക്കുന്ന കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിൻ ഫീൽഡ് വൈൻഡിങ് ആയിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർമേച്ചറിന്റെ വൈൻഡിങ്സ് ഉണ്ടാവുമല്ലോ, അതിന്റെ റിയാക്ടൻസ് കുറയ്ക്കാൻ പറ്റും ഈ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് യൂസ് ചെയ്യാണെങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെയാണ് പവർ ഫാക്ടർ നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നത്. കാരണം ഈ ഇൻഡക്റ്റീവ് നേച്ചർ കൂടുതൽ വരുമ്പോൾ പവർ ഫാക്ടർ ലാഗിങ് ആയി പോകും. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ട്രൂ പവർ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ട്രൂ പവർ ടു ദ അപ്പാരന്റ് പവർ. ഇപ്പൊ ട്രൂ പവർ അല്ലെ വർക്കിംഗ് പവർ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ തീർച്ചയായിട്ടും ലാഗിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്ര യൂസ്ഫുൾ ആയിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യുന്നു ഈ റിയാക്ടൻസ് കുറച്ചിട്ട്. ഹൈ റെസിസ്റ്റൻസ് ബ്രഷസ് യൂസ്ഡ് ടു ഇംപ്രൂവ് കമ്മ്യൂട്ടേഷൻ. ഹൈ റെസിസ്റ്റൻസ് ഉള്ള ബ്രഷുകളും യൂസ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ മെയിൻ ഡിഫറൻസ് ഫ്രം ദ DC സീരീസ് മോട്ടോർ. രണ്ട് ടൈപ്പ് ഉണ്ട്, കോമ്പൻസേറ്റഡ് ടൈപ്പ് ഉണ്ട്, അൺകോമ്പൻസേറ്റഡ് ടൈപ്പ് ഉണ്ട്. കോമ്പൻസേറ്റഡ് ടൈപ്പ് ലോ റേറ്റിംഗ്, ഇതിൽ ഹൈ റേറ്റിംഗ്, പ്രധാന വ്യത്യാസം. കൺസ്ട്രക്ഷൻ DC മെഷീന്റെ കൺസ്ട്രക്ഷൻ ആയിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പൊ പ്രധാനമായിട്ട് രണ്ട് പാർട്ടാണല്ലോ ഏത് മോട്ടോർ ആണെങ്കിലും ഉണ്ടാവുക, സ്റ്റാറ്ററും റോട്ടറും. സ്റ്റാറ്ററിന്റെ കേസ് പറയുന്നത് പെർമനന്റ് മാഗ്നറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് മാഗ്നറ്റ് രണ്ട് രീതിയിൽ ഉപയോഗിക്കാമല്ലോ, ഒന്നുകിൽ പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് യൂസ് ചെയ്യാം. ഇവിടെ കാര്യമായിട്ടും പെർമനന്റ് മാഗ്നറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ,
Stator field coils mounted on stator poles are connected in series with rotor windings through a commutator. അത് നമ്മൾ പറഞ്ഞല്ലോ, സ്റ്റാറ്ററിന്റെ വൈൻഡിങ്ങും റോട്ടറിന്റെ വൈൻഡിങ്ങും തമ്മിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഒരു കമ്മ്യൂട്ടേറ്റർ വഴി, അല്ലെ? ഇതിൽ കൂടെ അങ്ങനെ പോയി സ്റ്റാറ്ററിന്റെ വൈൻഡിങ്ങിലേക്ക് പോയി അത് നേരെ ബ്രഷ് വഴി കമ്മ്യൂട്ടേറ്റർ വഴിയാണ് ആർമേച്ചർ വൈൻഡിങ്ങിലേക്ക് പോകുന്നത്. സോ കമ്മ്യൂട്ടേറ്റർ വഴിയാണ് സ്റ്റാറ്റർ വൈൻഡിങ്ങും ആർമേച്ചർ വൈൻഡിങ്ങും കണക്റ്റഡ്. ഹോൾ സർക്യൂട്ട് ഈസ് ലാമിനേറ്റഡ് ടു റെഡ്യൂസ് എഡി കറന്റ്. അത് തീർച്ചയായിട്ടും സ്റ്റാറ്ററിന്റെ പല കോറുകളും മറ്റു സാധനങ്ങളെല്ലാം ലാമിനേറ്റർ ആയിരിക്കും എഡി കറന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. റോട്ടർ പൊതുവെ വൂണ്ട് ടൈപ്പ് റോട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഈ ലൈൻസ് സ്ട്രെയിറ്റും ആവാം, സ്ക്യൂഡും ആവാം, ചെരിച്ചിട്ടും ലൈൻസും ആവാം. ഓക്കെ, ബ്രഷ് നമ്മൾ പറഞ്ഞല്ലോ, ഹൈ റെസിസ്റ്റൻസ് ബ്രഷസ് വിത്ത് വൈഡ് ബ്രഷ് ഏരിയ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വർക്കിംഗ്, അപ്പൊ നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ മോട്ടോർ ഡി സി സപ്ലൈന്റെ മുകളിലും വർക്ക് ചെയ്യും, എ സി സപ്ലൈന്റെ മുകളിലും വർക്ക് ചെയ്യും. ഇപ്പൊ ഡി സി സപ്ലൈ ആണെങ്കിൽ ആദ്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഡി സി സപ്ലൈ ആണെങ്കിൽ അതൊരു ഡി സി സീരീസ് മോട്ടറിനെ പോലെ വർക്ക് ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് ഓൾമോസ്റ്റ് സീരീസ് മോട്ടറുമായിട്ട് അനലോഗസ് ആണ്, കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഡി സി മോട്ടറിനെ പോലെ ഇത് വർക്ക് ചെയ്യും. അതായത് വൻ കറണ്ട് ഫ്ലോസ് ഫീൽഡ് വൈൻഡിങ്സ് കൂടെ കറണ്ട് പോകും. നമുക്ക് ഒന്നുകിൽ പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് യൂസ് ചെയ്യാം. ഇലക്ട്രോ മാഗ്നറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ് പ്രിഫർ ചെയ്യുന്നത്, പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫീൽഡ് വൈൻഡിങ്സ് കൂടെ നമ്മൾ കറണ്ട് വിടും. അപ്പൊ അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അല്ലെ? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ദിസ് സെയിം കറണ്ട്, ആ ഫീൽഡ് വൈൻഡിങ്സിലൂടെ ഫ്ലോ ചെയ്യുന്ന സെയിം കറണ്ട് ആണ് നമ്മൾ ആർമേച്ചർ കണ്ടക്ടേഴ്സിന്റെ ഉള്ളിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെ, ഇത് ഫീൽഡ് വൈൻഡിങ് ആണ് മാഗ്നറ്റിന്റെ മുകളിൽ. അത് പിന്നെ നേരെ ബ്രഷ് വഴി കമ്മ്യൂട്ടേറ്റർ വഴി പോകുന്നത് ആർമേച്ചർ വൈൻഡിങ്ങിലേക്കാണ്, അല്ലെ? Now when a current carrying conductor is placed in a magnetic field, it experiences a force, so a torque is developed, so motor starts rotating. ഇപ്പൊ പെർമനന്റ് മാഗ്നറ്റ് ആയാലും ഇപ്പൊ ഇലക്ട്രോ മാഗ്നറ്റ് തന്നെ എടുക്കാം. ഇപ്പൊ ഇലക്ട്രോ മാഗ്നറ്റ് ആണെങ്കിൽ നമ്മൾ ഫീൽഡ് വൈൻഡിങ്സ് കൂടെ കറണ്ട് വിട്ടു. ആ കറണ്ട് വിട്ട് കഴിയുമ്പോൾ ഇത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെ? ഈ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ഒരു ആർമേച്ചർ കണ്ടക്ടർ വെച്ചെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് നമ്മളിങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ടാവുമല്ലോ, സൗത്ത് ടു നോർത്ത്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ആർമേച്ചർ വൈൻഡിങ് വെച്ചെന്ന് വിചാരിക്കാം. സോ ദർ വിൽ ബി എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ആർമേച്ചർ വൈൻഡിങ്. സോ ഈ ആർമേച്ചറിന്റെ ഉള്ളിൽ കൂടെ, ആർമേച്ചർ വൈൻഡിങ്ങിന്റെ ഉള്ളിൽ കൂടെ കറണ്ട് പോകുന്നുണ്ട്. കാരണം ഫീൽഡ് വൈൻഡിങ് കൂടെ അല്ല, അതേ കറണ്ട് ആർമേച്ചർ വൈൻഡിങ്ങിന്റെ ഉള്ളിൽ കൂടെയും പോകുന്നുണ്ട്. So when a current carrying conductor is placed in a magnetic field, it will experience a force, Lorentz force. പറഞ്ഞല്ലേ? സോ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണ് ആർമേച്ചർ. അതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. സോ ആ ഒരു ത്രസ്റ്റ് ഉണ്ടാവും ഒന്നെങ്കിൽ, അതായത് ഇപ്പൊ ഇവിടെ ഈ കേസിലാണെങ്കിൽ ഫോഴ്സ് ഓൺ കണ്ടക്ടർ ബീസ് അപ്വേർഡ്, അതായത് ഇവിടെ ത്രസ്റ്റ് മേലോട്ടാ, ഏല് കണ്ടക്ടറിൽ ത്രസ്റ്റ് താഴോട്ടാ. സോ ആന്റി ക്ലോക്ക് വൈസ്, അതാണ് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അത് റൊട്ടേറ്റ് ചെയ്യും. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം പറയാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയാണ് ഡി സി സപ്ലൈ കൊടുക്കുമ്പോൾ അത് വർക്ക് ചെയ്യാം. ഇനി എ സി സപ്ലൈ കൊടുക്കുമ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതിപ്പോ എ സി സപ്ലൈ കൊടുക്കുമ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. When fed with AC, it produces unidirectional torque. Since armature and field windings are connected, they are same. ആർമേച്ചറും ഫീൽഡ് വൈൻഡിങ്സും, ആർമേച്ചർ വൈൻഡിങ്ങും ഫീൽഡ് വൈൻഡിങ്സും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആർമേച്ചറിൽ നമ്മളിപ്പോ ഇവിടെ എ സി കൊടുക്കാന്ന് വിചാരിച്ചോ. ഓക്കെ, ഇപ്പൊ ഈ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന എ സി കൊടുത്തിട്ടുള്ള വർക്കിംഗ് കേട്ടോ. അപ്പൊ എ സി കൊടുക്കുമ്പോൾ എ സിക്ക് പോസിറ്റീവ് പൊളാരിറ്റി ഇവിടെ കൊടുത്തു, നെഗറ്റീവ് പൊളാരിറ്റി ഇവിടെ കൊടുത്തു എന്ന് വിചാരിക്കുക. ആ സമയത്ത് കറണ്ട് പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലേ കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ടർ വൈൻഡിങ്ങിൽ കൂടെ കറണ്ട് ഇങ്ങനെ ഉണ്ട്, ഡയറക്ഷൻ നിങ്ങൾക്ക് കാണാം. അപ്പൊ അത് പോയിട്ട് പിന്നെ ആർമേച്ചർ വൈൻഡിങ്സിലേക്ക് കയറിയിട്ട് പോകും. അപ്പൊ ആർമേച്ചർ വൈൻഡിങ്ങിൽ ഇപ്പൊ എ കറണ്ട് ഇങ്ങോട്ടും ബിന്ന് അങ്ങോട്ടുമാണ് കറണ്ട് പോകുന്നത്. പിന്നെ അവിടുന്ന് പിന്നെ വീണ്ടും ബ്രഷ് വഴി സ്റ്റാർട്ടർ വൈൻഡിങ് ഇങ്ങനെയാണ് നെഗറ്റീവ് ടെർമിനലിലേക്ക് വരുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് കൊടുക്കുമ്പോൾ, നെഗറ്റീവ് ഇവിടെയും പൊളാരിറ്റി കൊടുക്കുമ്പോൾ, എ സി കൊടുക്കുമ്പോൾ കറണ്ട് കണ്ടക്ടർ എയിൽ ഇങ്ങോട്ടാണ്, ഇൻവേർട്സ് മീൻസ് ഔട്ട്വേർഡ്സ് ആണ് വരുന്നത്. കണ്ടക്ടർ ബിയിൽ കറണ്ട് ഇൻവേർട്സ് ആണ് പോകുന്നത്. ഓക്കെ, ഇവിടെ സ്റ്റാർട്ടറിൽ കറണ്ട് പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലേ പോവുക. അപ്പോൾ വി ടെർമിനൽ ഇങ്ങോട്ടും നെഗറ്റീവിന് ഇങ്ങോട്ടാണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ റൊട്ടേഷൻ എങ്ങനെയാ? ഇങ്ങനെയാണ്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ബി എന്ന് പറയുന്ന കണ്ടക്ടറിന് മേലോട്ട് ത്രസ്റ്റും എ എന്ന് പറയുന്ന കണ്ടക്ടറിന് ഡൗൺവേർഡ് ത്രസ്റ്റും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇതിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് വിചാരിക്കാം. എ സിന്റെ ഇവിടെ പോസിറ്റീവ് കൊടുത്ത്, ഇവിടെ നെഗറ്റീവ് കൊടുത്ത്, നെഗറ്റീവ് കൊടുത്തപ്പോൾ ഇവിടെ പോസിറ്റീവ് കൊടുത്തു. അപ്പൊ എന്ത് സംഭവിക്കും? കറണ്ട് ഫീൽഡ് വൈൻഡിങ്സിലെ കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും പോവുക.
അല്ലെ, പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ല എപ്പോഴും കറണ്ട് ഫ്ലോ ചെയ്യുക. ഇപ്പൊ കറണ്ട് ഇതിൽ കൂടെ അങ്ങനെ വന്ന് ഇതിൽ കൂടെ അങ്ങനെ കറങ്ങി കറങ്ങി ഇവിടെ കമ്മ്യൂട്ടേറ്ററിലേക്ക് വന്ന് പിന്നെ ആർമേച്ചറിലേക്ക് പോയിട്ട് അതുവഴി പിന്നെ ഇങ്ങനെ തിരിച്ചു വരിക. ആർമേച്ചറിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറെ വ്യത്യാസങ്ങൾ ഇവിടെ സംഭവിച്ചു. ഇവിടെ സൗത്ത് പോൾ ഇവിടെയായിരുന്നു, നോർത്ത് പോൾ ഇവിടെയായിരുന്നു. നമ്മൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് മാറ്റി നെഗറ്റീവ് പോസിറ്റീവ് ആക്കിയപ്പോൾ സൗത്ത് പോൾ ഇവിടെ, നോർത്ത് പോൾ ഇവിടെയാണ്. ഇവിടെ നോർത്ത് പോൾ ഇതായി മാറും, സൗത്ത് പോൾ ഇതായി മാറും. കാരണം കറണ്ട് ഡയറക്ഷൻ, ഫീൽഡ് വൈൻഡിങ്സിൽ കൂടെ പോകുന്ന കറണ്ട് ഡയറക്ഷൻ മാറി. അപ്പോ ഇത് ഇലക്ട്രോ മാഗ്നറ്റ്സ് ആയത് കാരണത്താൽ നമുക്ക് പെർമനന്റ് മാഗ്നറ്റ് അല്ല, ശരിക്കും ഇലക്ട്രോ മാഗ്നറ്റ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. സോ അപ്പോ കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതിന് കാലത്താൽ ഇത് സൗത്ത് പൊളാരിറ്റി ആവും, ഇത് നോർത്ത് പൊളാരിറ്റി ആവും. അപ്പൊ കറണ്ട് ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയി. ഇവിടെ ഔട്ട്വേർഡ്സ് ആയിരുന്നു കണ്ടക്ടർ എയില്, ഇവിടെ ഇൻവേർട്സ് ആയി കണ്ടക്ടർ എയില്. കണ്ടക്ടർ ബിയില് ഇൻവേർട്സ് ആയിരുന്നു, ഇവിടെ കണ്ടക്ടർ ബിന്റെ അകത്ത് ഔട്ട്വേർഡ്സ് ആയി. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, റൊട്ടേഷൻ എന്ന് പറയുന്നത് സെയിം റൊട്ടേഷൻ ആണ്. നേരത്തെയും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇവിടെയും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ, ഫോഴ്സ് ഓൺ കണ്ടക്ടർ ബി ഈസ് അപ്വേർഡ്സ്, റൊട്ടേഷൻ ഈസ് കൗണ്ടർ ക്ലോക്ക് വൈസ്. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ, ഫോഴ്സ് ഓൺ കണ്ടക്ടർ ബി ഈസ് അപ്വേർഡ്സ്, റൊട്ടേഷൻ ഈസ് കൗണ്ടർ ക്ലോക്ക് വൈസ്. അതായത് റോട്ടറിന്റെ റൊട്ടേഷനിൽ ഒരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. കാരണം എന്താ, അതിന്റെ നമ്മളെ സൗത്ത് പോളും നോർത്ത് പോളും ഇവിടെ ചേഞ്ച് ആയിരിക്കുന്നു. ഇവിടുത്തെ എ സിന്റെ പൊളാരിറ്റി മാറുമ്പോൾ സൗത്ത് പോളും നോർത്ത് പോളും ചേഞ്ച് ആയി പോകുന്നു, കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ആവുന്നു. ഇത് രണ്ടെണ്ണം ഒരുമിച്ച് നടക്കുന്നു. അതുകൊണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സെയിം ഡയറക്ഷൻ തന്നെ റൊട്ടേറ്റ് ചെയ്യും. ത്രസ്റ്റും ഇന്ന് കിട്ടുന്ന ത്രസ്റ്റും അതെല്ലാം സെയിം തന്നെയായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. എ സി കൊടുക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, this type of motor can operate well on AC because current in both field coil and armature alternate ആയിട്ട് രണ്ടെണ്ണം സെയിം ആയിട്ട് ചേഞ്ച് ചെയ്യാമല്ലോ. ടു കൺട്രോൾ ദ സ്പീഡ് ഓഫ് മോട്ടർ, ഈ മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ നമ്മൾ കൊടുക്കുന്ന എ സി അല്ലെ ഡി സി സപ്ലൈ ഇല്ലേ, സപ്ലൈന്റെ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് മോട്ടറിന്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനനുസരിച്ച്. ഓക്കെ, പക്ഷെ പൊതുവെ മോട്ടർ കുറവ് സ്പീഡിൽ, ഇത് ഹൈ സ്പീഡിൽ ഓടുന്ന മോട്ടർ ആണല്ലോ, പൊതുവെ ലോ സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യാത്തത് നല്ലത്. കാരണം മാഗ്നറ്റിക് സാച്ചുറേഷൻ ഒക്കെ അറിയാൻ സാധ്യതയുണ്ട്. അത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്, മോട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക് പൂറാക്കിയാണ്. ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ സ്പീഡ് ടോർക്കുമായിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. സ്പീഡ് കൂടുമ്പോൾ ടോർക്കിന് എന്ത് സംഭവിക്കുക, അല്ലെങ്കിൽ ടോർക്ക് കൂടുമ്പോൾ സ്പീഡിന് എന്ത് സംഭവിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സ്പീഡിനെ വൈ ആക്സിസിൽ എടുത്തിരിക്കുക, ടോർക്കിനെ എക്സ് ആക്സിസിൽ എടുത്തിരിക്കുക. അപ്പൊ നമുക്ക് കാണാൻ ഇവിടെ ടോർക്ക് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിവേഴ്സൽ മോട്ടർ രണ്ട് ടൈപ്പ് ഉണ്ട്, കോമ്പൻസേറ്റഡും അൺകോമ്പൻസേറ്റഡ് ടൈപ്പും ആണുള്ളത്. ഓക്കെ, കോമ്പൻസേറ്റഡ് ലോ റേറ്റിംഗിന്റെ ആണ്, അൺകോമ്പൻസേറ്റഡ് എന്ന് പറഞ്ഞാൽ ഹൈ റേറ്റിംഗിന്റെ ആണ്. അപ്പൊ ആ രണ്ടെണ്ണത്തിന്റെയും സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പം ടോർക്ക് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സ്പീഡ് കുറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്യാം. കാരണം ടോർക്ക് സ്പീഡ് റിലേഷൻ എങ്ങനെയാ, ടോർക്ക് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ്. സോ ടോർക്ക് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സ്പീഡ് കുറഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഒരേ ടോർക്കിന് തന്നെ, ഒരു പെർട്ടിക്കുലർ ടോർക്കിന് തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എ സിയിൽ സ്പീഡ് കുറവായിരിക്കും. ഇപ്പൊ ഈ പോയിന്റ് എടുക്കാൻ വിചാരിച്ചു, അവിടെ കാരന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ എ സിയിൽ സ്പീഡ് കുറവും ഡി സിയിൽ സ്പീഡ് കൂടുതലായിരിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരേ സെയിം വോൾട്ടേജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും, എ സിയും ഡി സിയും ഒരേ സെയിം വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാലും എ സിയിൽ സ്പീഡ് കുറവായിരിക്കും, ബിക്കോസ് ഓഫ് ദ റിയാക്ടൻസ് പാരാമീറ്റർ ഇൻവോൾവ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ ഗ്രാഫിൽ ഡാഷ്ഡ് ആയിട്ട് ഡി സി കാണിക്കുന്നത്, അത് മുകളിലാണ്. കോമ്പൻസേറ്റഡ് നോൺ കോമ്പൻസേറ്റഡ് ടൈപ്പ് ആയാലും കോമ്പൻസേറ്റഡ് ടൈപ്പ് ആയാലും ഡി സിന്റെ ക്യാര മുകളിലായിരിക്കും എ സിനേക്കാളും. കാരണം ഏത് പോയിന്റ് ഓഫ് ടോർക്ക് എടുത്തു കഴിഞ്ഞാൽ ഡി സിന്റെ സ്പീഡ് കൂടുതലായിരിക്കും കമ്പയർഡ് ടു എ സി. പിന്നെ കോമ്പൻസേറ്റഡ് ടൈപ്പ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോമ്പൻസേറ്റഡ് ടൈപ്പ് എന്താണ്, ലോ റേറ്റിംഗ് ആണ്. അപ്പൊ ആ ലോ റേറ്റിംഗിന്റെ കേസിൽ ഈ ഗ്രാഫ് കുറച്ചും കൂടി മുകളിലായിരിക്കും, കുറച്ചും കൂടി ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അപ്ലിഫ്റ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. സോ അറ്റ് ഫുൾ ലോഡ് ആകുമ്പോൾ സ്പീഡ് ഭയങ്കര കുറവായിരിക്കും. ഫുൾ ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ, ടോർക്ക് ഇപ്പുറത്തേക്ക് ടോർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. ആ സമയത്ത് എന്താ പറയുക, സ്പീഡ് ഭയങ്കര കുറവായിരിക്കും. നോ ലോഡ് എന്ന് പറഞ്ഞാൽ ടോർക്ക് ഈ ഇന്ന ഏരിയ അനുസരിച്ച് സ്പീഡ് അപ്പൊ വളരെ കൂടുതലായിരിക്കും സ്പീഡ്. ആപ്ലിക്കേഷൻസ്, ഹോം അപ്ലയൻസിൽ, അതായത് വാക്യൂം ക്ലീനേഴ്സ്, ഡ്രിങ്ക് ആൻഡ് ഫുഡ് മിക്സേഴ്സ്, സ്വിമ്മിംഗ് മെഷീൻസിലെല്ലാം യൂണിവേഴ്സൽ മോട്ടോർ യൂസ് ചെയ്യാറുണ്ട്. ഹൈ റേറ്റിംഗ് യൂണിവേഴ്സൽ മോട്ടർ ആണ് നമ്മളെ പോർട്ടബിൾ ഡ്രില്ല് ബ്ലെൻഡേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജ് എന്ന് സിമ്പിൾ റോബസ്റ്റി, സ്മോൾ സൈസ് ആണ്, പോർട്ടബിൾ ആണ്, എ സി ഡി സിയിൽ വർക്ക് ചെയ്യുന്നതാണ്, ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുന്നതാണ്, ഹൈ ടോർക്ക് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ കുറെ അഡ്വാൻറ്റേജുകളുണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബ്രഷും കമ്പ്യൂട്ടറും
കമ്മ്യൂട്ടേറ്ററും തമ്മിൽ ചെറിയ സ്പാർക്കിംഗ് ഉണ്ടാകുന്ന സാധ്യത വളരെ കൂടുതൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. മെയിൻ്റനൻസ് ഹൈ മെയിൻ്റനൻസ് ആണ്. എഫിഷ്യൻസി അത്ര പോരാ. ലിമിറ്റഡ് പവർ ലൈഫ്. കാരണം ബ്രഷ് ഭയങ്കര ഹീറ്റ് ആയി പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ബ്രഷിന്റെ കേസ് പ്രത്യേകം പറഞ്ഞ ഹൈ റെസിസ്റ്റൻസ് ബ്രഷ് വിത്ത് വൈഡ് ഏരിയ, കൂടുതൽ ഏരിയയിൽ വേണം എന്ന് പറഞ്ഞിട്ട്. കാരണം ബ്രഷിന്റെ